ഹായ് ഗൈസ്. സോ മുമ്പത്തെ സെഷനിൽ നമ്മൾ ഗ്രാഫ് ക്യൂവിൽ നിന്നുള്ള എറർ ലിസ്റ്റൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള മൂന്ന് കാര്യങ്ങളാണ്. സോ ഈ എററിനെ കമ്പോണൻറ്റ് ലെവൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. അതിനുശേഷം അത് ഓത്ത് ഫോം കമ്പോണൻറ്റിലേക്ക് നമ്മളിവിടെ അതിന് പ്രോപ്പറായിട്ട് പാസ് ചെയ്യണം. പിന്നെ ഓത്ത് ഫോമിൻ്റെ ഉള്ളിൽ നമ്മളെന്ന് വെച്ചാൽ ഈ എറേഴ്സ് നമുക്ക് കിട്ടുന്ന എറേഴ്സിൻ്റെ ലിസ്റ്റായിട്ട് ഇവിടെ കാണിക്കുകയും വേണം. ഓക്കെ, സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. സോ ഇതിലൂടെ യൂസേഴ്സിന് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്നപോലുള്ള മെസ്സേജസ് ഒക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് സോൾവ് ചെയ്യാനും സാധിക്കും. സോ പ്രോപ്പർ എറർ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ യൂസറിന് നമുക്ക് അറിയിക്കാൻ പറ്റും ഇതുകൊണ്ടാണ് എറർ വന്നതെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഈ കിട്ടുന്ന എറേഴ്സിനെ കമ്പോണൻറ്റ് ലെവൽ സ്റ്റേറ്റിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ അത് ഇവിടെ ക്ലാസ് ബേസ്ഡ് കമ്പോണൻ്റ് ആയതുകൊണ്ട് ഞാനിവിടെ കൺസ്ട്രക്ടർ ആഡ് ചെയ്യണം. സോ കൺസ്ട്രക്ടറിൽ സ്റ്റേറ്റ് ഇനീഷ്യലൈസ് ചെയ്യണം. സോ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ കൺസ്ട്രക്ടറിൽ പ്രോപ്സ് എന്നിട്ട് ഞാൻ സ്റ്റേറ്റ് ഇനീഷ്യലൈസ് ചെയ്യണം. this dot state equal to object എറേഴ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു അറേയാണ് കൊടുക്കുന്നത്. സോ ഇവിടെ എറേഴ്സിനെ എപ്പോഴും ചെക്ക് ചെയ്യുക. എറേഴ്സിനെ ഒരു എം ടി ആയിട്ട് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യണം. നൾ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആക്കുകയാണെങ്കിൽ നമ്മളെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ അറേനെ ഡോട്ട് മാപ്പ് വെച്ചിട്ട് അറേ മെത്തേഡ് വെച്ച് വിളിക്കുമ്പോൾ സോ അൺഡിഫൈൻഡ് ഡോട്ട് മാപ്പ് എന്ന് പറയുമ്പോൾ എറർ എക്സെപ്ഷൻ അടിക്കും. സോ അത് ക്രാഷ് ആവും, നമ്മുടെ ഫ്രണ്ട് എൻഡൊക്കെ ക്രാഷ് ആവും. അതുകൊണ്ട് ഡീഫോൾട്ടായിട്ടാണ് ഞാനിവിടെ അറേ കൊടുത്തിരിക്കുന്നത്. സോ അറേ ഡോട്ട് എം ടി അറേ ഡോട്ട് മാപ്പ് ആണെങ്കിലും നമുക്ക് എറർ ഇല്ലാണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യണം അറേ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. സോ ആ ചെക്കൊക്കെ നമുക്ക് ഒഴിവാക്കാം. ബൈ ഡീഫോൾട്ട് ഈ അറേ എം ടി അറേ കൊടുക്കണമെങ്കിൽ. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിപ്പോൾ കറൻ്റ്ലി എടുക്കുന്നത് ഈ എറേഴ്സ് എടുത്തിട്ടുണ്ട്. എറേഴ്സിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് സെറ്റ് ചെയ്യാനാണ്. സോ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ്. സോ കീയും വാല്യൂ സെയിം ആയതുകൊണ്ട് ഞാൻ ഷോർട്ട് ഫോം യൂസ് ചെയ്യണം ഇവിടെ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ എറേഴ്സ് കോളൻ എറേഴ്സ് ആണെങ്കിലും നമ്മളിവിടെ ES6 ഫീച്ചർ യൂസ് ചെയ്ത് കീയും വാല്യൂയും സെയിം ആയതുകൊണ്ട് തന്നെ സെയിം ഒരു എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കണം. സോ ഇതിലൂടെ നമ്മുടെ മ്യൂട്ടേഷൻ നിന്നുള്ള എല്ലാ എറർ മെസ്സേജുകളും അറേയിൽ നമുക്ക് കിട്ടും. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് ഒരു അറേയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് സ്റ്റേറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ ഈ ഓത്ത് ഫോമിലേക്ക് ഈ എറേഴ്സ് പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റിയാക്ട് ഓൾറെഡി അറിയുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ ഗോ ത്രൂ ചെയ്യുന്നു സ്പീഡിൽ. എറേഴ്സ് ഇവിടെ ഞാൻ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് എറേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ടൊന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിലൂടെ ഓത്ത് ഫോമിൽ നിന്ന് പ്രോപ്സ് ആയിട്ട് ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് എറേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഓത്ത് ഫോമിൽ എറേഴ്സിനെ നമ്മൾ എടുത്തിട്ട് കാണിക്കണം. സോ അതിനുവേണ്ടി ഞാൻ ഓത്ത് ഫോം ഡോട്ട് JS പോവാണ്. സോ ഓത്ത് ഫോം ഡോട്ട് JSൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ബട്ടന് മുമ്പാണ് ഞാൻ എറർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഞാൻ ഒരു ഡിവ് വെച്ച് റാപ്പ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, ഡിവിന് ഞാൻ ക്ലാസ് നെയിം കൊടുക്കുന്നത് എറേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് എറേഴ്സ് ഡോട്ട് മാപ്പ് ഫങ്ഷൻ വിളിച്ചു. മാപ്പിൻ്റെ ഉള്ളിൽ എറർ കിട്ടി. ആ എററിനെ ഞാൻ എന്ന് വെച്ചാൽ ഡിവിൻ്റെ ഉള്ളിൽ റാപ്പപ്പ് ചെയ്യാണ്. ഡിവ് ഓക്കെ, ഇനി ഈ ഡിവിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ എറർ കാണിക്കണം. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇത് ലൂപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കീ പ്രോപ്പർട്ടി എടുക്കണം. അതുകൊണ്ട് ഞാൻ കീ എടുത്തു. കീ ഞാൻ യുണീക്കായ എറർ മെസ്സേജ് നമ്മുടെ യുണീക്ക് ആയതുകൊണ്ട് ഞാൻ എറർ മെസ്സേജ് തന്നെ കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ
ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് എറേഴ്സ് ഡോട്ട് മാപ്പാണ് ഉപയോഗിക്കുന്നത്. ഓരോ എറർ മെസ്സേജിനും ഒരു ഡിവിലേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അറേ ഓഫ് എറേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിൽ നിന്ന് ഞാൻ മാപ്പ് യൂസ് ചെയ്ത് ഇൻഡിവിജ്വൽ എറർ മെസ്സേജ് കിട്ടി, അത് നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ കീ നമ്മൾ എറർ കൊടുക്കുന്നു റിയാക്റ്റിലെ വാണിംഗ് ഒഴിവാക്കാനാണ്. ഈ യുണീക്ക് ഐഡൻറ്റിഫയറിൻ്റെ വേണം ലൂപ്പ് ചെയ്യുമ്പോൾ എന്നുള്ള ആ വാണിംഗ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കീ സെയിം എറർ തന്നെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് എറേഴ്സ് ഡോട്ട് ഇത് അറേയാണ്, അറേ ഡോട്ട് മാപ്പ് എന്തായാലും നിങ്ങളിവിടെ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഈ എറേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് നമുക്ക് റെഡ് ആക്കേണ്ടതുണ്ട്. സോ മെറ്റീരിയൽ CSSൽ ബിൽറ്റ് ഇൻ എറർ സ്റ്റൈലൊന്നും ഇല്ല അതുവരെ, അത് jQuery വാലിഡേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനാൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റം ലെവൽ സ്റ്റൈൽ നമ്മൾ ആഡ് ചെയ്യണം. സോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് CSS ഫയലൊക്കെ കൊടുത്ത് ആഡ് ചെയ്യാം, പക്ഷേ ഞാനത് അത്രയ്ക്ക്, കാരണം നമ്മുടെ ഗ്രാഫിക്കൽ ക്ലാസ്സുമാണ്, സോ അത്രയ്ക്ക് ഞാൻ ആഡ് ചെയ്ത് പോകുന്നില്ല. അതിന് പകരം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ index.html നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മുടെ കയ്യിലുണ്ട് index.html. ഇവിടെ കറൻ്റ്ലി ഇപ്പോൾ ഒന്നും കിടക്കുന്നില്ല. അതിൽ ഞാനൊരു ഹെഡ് ടാഗിന് ശേഷം ഞാനൊരു സ്റ്റൈൽ ടാഗ് ആഡ് ചെയ്യണം. ഓക്കെ, സോ സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ ആ ക്ലാസ് മെൻഷൻ ചെയ്യാണ്, എറേഴ്സ്. ഓക്കെ, കളർ റെഡ്, പിന്നെ മാർജിൻ ടോപ്പ് 10 പിക്സൽ, ഫോണ്ട് വെയ്റ്റ് 600, കുറച്ച് സ്റ്റൈൽസ് ആഡ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതോടെ എറേഴ്സിനെ ബോൾഡ് റെഡായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ആഡ് ചെയ്യുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. സക്സസ്ഫുള്ളി കമ്പൈൽ ആയിട്ടുണ്ട്. ഒന്ന് ഇൻസ്പെക്റ്റ് അടിച്ച് നോക്കാം എന്തെങ്കിലും എററൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി നമ്മുടെ ആപ്ലിക്കേഷൻ ലോഡായിട്ടുണ്ട്. ഇനി തെറ്റായ ക്രെഡൻഷ്യൽസ് ഇവിടെ ഞാനൊന്നും കൊടുക്കുന്നില്ല. സോ നമുക്ക് കൊടുത്ത് നോക്കുക. നെറ്റ്വർക്ക് ടാബിൽ ഇത് ഞാൻ ക്ലിയർ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഡീബഗർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു സ്റ്റോപ്പ് ഞാൻ റൺ ചെയ്യാം. ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന് കണ്ടു. ഓക്കെ, സോ നമുക്ക് നമ്മുടെ എറർ ഫോം കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ US എൻഹാൻസ്മെൻ്റ് ഒക്കെ ചെയ്യാം. ലൈക്ക് എറർ മെസ്സേജ് ഇപ്പോൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ബട്ടണോട് ചേർന്നിരിക്കുന്നത്. സോ അതിന് ഇത് എന്താ പറയുക, കുറച്ച് ഗ്യാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാർജിൻ അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആഡ് ചെയ്യാം, മാർജിനൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇൻപുട്ട് ഫീൽഡും റെഡും ഇൻപുട്ട് ഫീൽഡുകളുടെ റെഡ് ബോർഡറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു റെഡ് ബോർഡറായിട്ട് കൊടുക്കാനായിട്ട് അത് നിങ്ങൾക്ക് ലേറ്റർ ഓൺ ആഡ് ചെയ്യാം. ക്ലാസ് നെയിം ഇൻവാലിഡ് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ മൾട്ടിപ്പിൾ എറേഴ്സ് വരുമ്പോൾ ലിസ്റ്റായി കാണിക്കും. ഇത് യൂസറിന് തെറ്റായ ലൈക്ക് ഇത് യൂസറിന് ഇതാണ് ഇഷ്യൂ എന്നുള്ളത് കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എറർ ഹാൻഡ്ലിംഗ് ഓൾമോസ്റ്റ് ഡൺ കഴിഞ്ഞിരിക്കുന്നു. സോ CSS സ്റ്റൈലിംഗ് ഒക്കെ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അതൊന്നും ഞാനിവിടെ ഗോ ത്രൂ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ സബ്ജക്റ്റ് GraphQL ആയതുകൊണ്ട് ഞാൻ CSSലേക്ക് അധികം കിടക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ എറർ ഹാൻഡ്ലിംഗ് ഓൾമോസ്റ്റ് നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നമുക്ക് എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സക്സസ് നാവിഗേഷൻ എന്ന് വെച്ചാൽ ലോഗിൻ സക്സസ്ഫുള്ളി ആയിക്കഴിഞ്ഞാൽ, ക്രെഡൻഷ്യൽസൊക്കെ കറക്റ്റായി ലോഗിൻ സക്സസ് ആയി കഴിഞ്ഞാൽ യൂസറിനെ ഒരു വേറെ നല്ല ഡാഷ്ബോർഡ് പേജോ അല്ലെങ്കിൽ അങ്ങനത്തെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് പെൻഡിങ് ആണ്. പിന്നെ നമ്മൾ സൈനപ്പ് ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈനപ്പ് ഫോം കാണിക്കണം യൂസറിനെ രജിസ്റ്റർ ചെയ്യാനുള്ളത്. സോ അതും നമ്മുടെ കയ്യിൽ പെൻഡിങ് ആണ്. സോ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു നമ്മൾ പെൻഡിങ് ടാസ്ക്കൊക്കെ 1 by 1 കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക്സ് ലോട്ട്, ബൈ.